ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എല്ലാവരും മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പൊ ഒന്ന് ഓൺ ചെയ്ത് പറഞ്ഞാൽ മതി. സ്റ്റാർട്ട് ചെയ്യട്ടെ? ഹലോ. Okay, madam. You are audible. ഓക്കെ, അപ്പൊ നമ്മള് എക്സ്പയർ അക്കാദമിയുടെ ആദ്യത്തെ ക്ലാസ് ആണെന്ന്. നമ്മുടെ ഒന്നാമത്തെ മൊഡ്യൂള്, അതായത് നമ്മുടെ പേപ്പർ 1ന്റെ പേര് തന്നെ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ്. അതിലെ ഒന്നാമത്തെ മൊഡ്യൂൾ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. നമ്മൾ അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സിലബസ് ഒക്കെ നമ്മൾ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ടൈം കളയുന്നില്ല. നമ്മൾ ഇതിൽ എന്താണ്, ടീച്ചിങ് എന്താണ്, ലേണിംഗ് എന്താണ്, ടീച്ചിങ്ങിന്റെയും ലേണിങ്ങിന്റെയും കുറച്ച് ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ടീച്ചിങ്ങിന് വേണ്ട കുറച്ച് എയ്ഡുകൾ, അതിന്റെ ഇവാലുവേഷൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സിലബസിൽ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും അത് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടീച്ചിങ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ലെവൽസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഇതില് ഓൾറെഡി നെറ്റിൽ എഴുതിയവരും എഴുതാത്തവരും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ചിലപ്പോ എഴുതിയവർക്ക് ഇതൊരു ആവർത്തന വിരസതയൊക്കെ ഉണ്ടാക്കിയേക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്താണ്, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തരുടെ എബിലിറ്റി എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് മുന്നോട്ട് പോവാം. അപ്പോൾ എൻ്റെ പേര് ഫാത്തിമ ബിൻസി എന്നാണ്. ഞാൻ ഒരു കോളേജിൽ, ഇവിടെ അടുത്തൊരു കോളേജിൽ വർക്ക് ചെയ്യാണ്. പേപ്പർ 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഞാൻ എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ടീച്ചിങ് എന്താണ് നമുക്കറിയാം. ഇപ്പൊ ഇതിൽ തന്നെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടാവും, അവർക്കൊക്കെ അറിയാം എന്താണ് ടീച്ചിങ് എന്നുള്ളത്. എന്താണ് ടീച്ചിങ്? ടീച്ചിങ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ നോർമൽ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണ്, പഠിപ്പിക്കുക, കുട്ടികൾക്ക് എന്ത് ചെയ്യാണ്, അറിവ് കൊടുക്കുക, ഇമ്പാർട്ടിങ് നോളജ്, സ്കിൽ, ഇതൊക്കെയാണ് ടീച്ചിങ് എന്നുള്ളതുകൊണ്ട് നമ്മൾ പറയുന്നത്. പക്ഷെ ഇതിനെ കൂടാതെ അതിൽ ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്, ടീച്ചിങ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. ടീച്ചിങ് എന്ന് പറയുന്നത് നമുക്കറിയാം സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഒന്നുമില്ല, കോംപ്ലക്സ് ആണ്. ടീച്ചേഴ്സ് ആയിട്ടുള്ളവർക്ക് അറിയാം ടീച്ചിങ് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും എന്തല്ല, സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സ് അല്ല, കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സ് ആണ്. എന്താണ്, ബിഹേവിയറൽ ചേഞ്ച് ഇൻ പേഴ്സൺസ്, ആളുകളുടെ ബിഹേവിയറിൽ ഒരു ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ടീച്ചിങ്ങിന്റെ ഏറ്റവും വലിയൊരു ഒബ്ജക്റ്റീവ്. നമ്മൾ ഇമ്പാർട്ടിങ് നോളജ്, സ്കില്ല് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ ഒരു അറ്റ്മോസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡിസയറബിൾ ബിഹേവിയറൽ ചേഞ്ച്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോസിറ്റീവ് ചേഞ്ച് കുട്ടികളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ത്, ടീച്ചിങ്ങിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചിങ് ഈസ് ടു കോസ് ദ പീപ്പിൾ ടു ലേൺ ആൻഡ് അക്വയർ ദ ഡിസൈർഡ് നോളജ്. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുകയാണ്, അവർക്ക് വേണ്ട നോളജുകൾ, അവർക്ക് വേണ്ട സ്കില്ലുകൾ അക്വയർ ചെയ്യുന്നത് എങ്ങനെ, ആ അക്വയർ ചെയ്ത നോളജ് ആൻഡ് സ്കില്ല് സൊസൈറ്റിയിലേക്ക് നല്ല മാറ്റങ്ങൾക്ക് വേണ്ടി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചിങ് ഇൻവോൾവ് ഇമ്പാർട്ടിങ് നോളജ്, സ്കിൽ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ടു അതേഴ്സ്, ഓഫൻ വിത്തിൻ ആൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്. ഒരു എഡ്യൂക്കേഷണൽ സെറ്റിംഗ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, ഇതുപോലെ വിർച്വൽ ക്ലാസ് ആവാം, ഇങ്ങനെ എങ്ങനെയും അതിലേതിലെങ്കിലും ആളുകളുടെ സ്കില്ല് വർദ്ധിപ്പിക്കണം, അവർക്ക് നോളജ് പ്രൊവൈഡ് ചെയ്യണം, അവരുടെ ബിഹേവിയറൽ ചേഞ്ച്, അവരുടെ ഒരു എന്താ പറയുക, ഇന്നർ മൈൻഡിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണം എന്ന ഉദ്ദേശം കൊണ്ട് നമ്മൾ എന്തെങ്കിലും മറ്റൊരാൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് എന്ന് പറയാം, ടീച്ചിങ് എന്ന് പറയാം. ജസ്റ്റ് ഒരു നോളജ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ടേം ആണ് എന്ത്, ടീച്ചിങ് എന്ന് പറയുന്നത്. ഇന്നലെ ബിൻ സാർ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞ പോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡിൽ എപ്പോഴും വരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ
ടീച്ചിങ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു പോസിറ്റീവ് ടേം ആണ്. നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ടേമിൽ വേണം നമ്മൾ എന്ത് ചെയ്യാന്. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുക എങ്ങനെയായിരിക്കും, ടീച്ചിങ് എയിം ടു, ടീച്ചിങ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്പാർട്ടിങ് നോളജ്, ക്രിയേറ്റ് എ ചേഞ്ച് ഇൻ ബിഹേവിയർ, ഇംപ്രൂവിങ് സ്കിൽ, ഇങ്ങനെ ഒക്കെ തന്നിട്ടുണ്ടാവും. ഇതൊക്കെ ഇതിന്റെ ആൻസർ ആണ്. പക്ഷെ ഇതിനൊന്നേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് വേണം സെലക്ട് ചെയ്യാണ്, ക്രിയേറ്റിംഗ് ബിഹേവിയറൽ ചേഞ്ച്. അതാണ് അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം എന്താണ്, ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്നെസ് ആണ്. ടീച്ചിങ് ക്രിയേറ്റ് എ പോസിറ്റിവിറ്റി. അപ്പോൾ എപ്പോഴും കുട്ടികളുടെ എഡ്യൂക്കേഷന് മാത്രമല്ല, അവരുടെ ക്യാരക്ടറിനും അവരുടെ ബിഹേവിയറിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ടീച്ചിങ് നമ്മൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ടീച്ചർ ഇൻഫ്ലുവൻസ് സ്റ്റുഡൻറ് ബൈ ഷെയറിങ് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ. ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി ആരായിരിക്കണം, ലേണറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളായിരിക്കണം. ഓക്കെ, ജസ്റ്റ് നോളജ് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് പോരുക എന്നുള്ളതിനപ്പുറം എന്ത് ചെയ്യണം, ആ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരിൽ ഒരു ബിഹേവിയറൽ ചേഞ്ച് കൊണ്ടുവരാനും കപ്പാസിറ്റി ഉള്ള ഒരാളായിരിക്കണം. നമുക്കൊക്കെ ആലോചിച്ചാൽ മതി, നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവും എന്ത്, നമ്മളിൽ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു ടീച്ചർ ഉണ്ടായിരിക്കും. നമ്മുടെ എല്ലാവർക്കും ഉണ്ടാവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരു ടീച്ചർ. അതിനെയാണ് ടീച്ചർ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചിങ് ഇൻവോൾവ് ഷേപ്പിംഗ് ദ ബിഹേവിയർ ആൻഡ് കണ്ടക്ട് ഓഫ് ദ സ്റ്റുഡൻറ്. ഒരു കുട്ടിയുടെ സ്വഭാവവും അവരുടെ ബിഹേവിയറും ഇംപ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ടീച്ചിങ്ങിലൂടെയാണ്. ഒരു ടീച്ചർക്കാണ് ഒരു കുട്ടിയിൽ പ്രത്യക്ഷത്തിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളൊരു വിശ്വാസമാണ്, ആ ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്, ടീച്ചിങ് എന്നുള്ളതിൽ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഒരു ടീച്ചിങ്ങിന്റെ ആ ഒരു കോൺസെപ്റ്റ് എന്താന്നുള്ളത്? ജസ്റ്റ് നമ്മളൊരു എന്താ പറയാ, ഇമ്പാർട്ടിങ് നോളജിന്റെ അപ്പുറം ഉള്ള ഒരു വൈഡ് കോൺസെപ്റ്റ് ആണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എവിടെയെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ വരികയാണെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ടൊന്ന് പറയണേ. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്, നമ്മളിത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാം എന്ത്, ഇതൊക്കെ എനിക്ക് അറിയുന്നതാണ്, അതുകൊണ്ട് ഇതൊന്നും വായിക്കണ്ട, ഇതൊക്കെ എനിക്ക് അറിയാ ചോദിച്ചാൽ അറിയാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്ത് പോവാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കുക. ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അത് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് അതിന്റെ ആൻസർ ആയിട്ട് തോന്നും. എല്ലാതും അതിന്റെ ആൻസർ ആണ്, പക്ഷെ നമുക്ക് ഒന്നേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒന്ന് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വായിച്ചു പോയേ പറ്റുള്ളൂ. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്, എന്താണ് ഒബ്ജക്റ്റീവ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ടീച്ചിങ് നടത്തുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ. എന്താണ്, ടു ബ്രിങ് ദ ഡിസൈർഡ് ചേഞ്ച് ഇൻ പ്യൂപ്പിൾസ്. നമ്മുടെ ലേണേഴ്സിന്റെ ബിഹേവിയറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോസിറ്റീവ് ചേഞ്ച്. ഓക്കെ, ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ദെൻ ടു ഷേപ്പ് ദ ബിഹേവിയർ ആൻഡ് കണ്ടക്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അവരുടെ ഒരു ബിഹേവിയറിൽ മാറ്റം വരുത്തുക. അക്വിസിഷൻ ഓഫ് നോളജ്, അതുകൊണ്ട് വെറുതെ അവരുടെ സ്വഭാവം മാത്രം മാറ്റിയാൽ പോരാ, എന്തും കൂടെ വേണം, അക്വിസിഷൻ ഓഫ് നോളജ്. കുട്ടികൾക്ക് നമ്മൾ അറിവ് പകർന്നു നൽകണം, അതിനൊപ്പം തന്നെ അവരെന്ത് ചെയ്യണം, നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് മാറ്റിയും വേണം. ദെൻ ടു ഇംപ്രൂവ് ദ ലേണിംഗ് സ്കിൽ ഓഫ് ദ സ്റ്റുഡൻസ്. കുട്ടികൾക്ക് ടീച്ചിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന അതിൻ്റെ ഒരു കൗണ്ടർ പാർട്ടാണ് എന്ത്, ലേണിംഗ് എന്ന് പറയുന്നത്. ടീച്ചിങ് എഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ ലേണിംഗ് എന്ത് ചെയ്യണം, എഫക്റ്റീവ് ആവണം. നമ്മൾ പറയുന്നത് നമ്മുടെ ലേണേഴ്സിന്റെ മൈൻഡിലേക്ക് അതേ മീനിങ്ങിൽ എത്തുകയാണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ടീച്ചിങ് എഫക്റ്റീവ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികളില് ലേണിംഗ് സ്കില്ല്, അവർക്കത് മനസ്സിലാക്കാനുള്ള സ്കില്ല് എന്ത് ചെയ്യണം, അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവാണ്. കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ലേണേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ, മനസ്സിലാകുന്ന എൻവയോൺമെന്റ്, അതിന് പറ്റിയ എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് പറ്റിയ സിറ്റുവേഷൻസ്, അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ നമ്മൾ ചിലപ്പോൾ ടീച്ചിങ് ICT യൂസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ICT യൂസ് ചെയ്താണ്ട് എന്ത് ചെയ്യണം, ക്ലാസ് എടുക്കണം. അപ്പൊ ആ ഒരു കുട്ടികളിൽ എന്ത് ചെയ്യണം, ലേണിംഗ് സ്കില്ല് ക്രിയേറ്റ് ചെയ്യുക. അതെന്താണ്, അവരുടെ ഒരു ലേണിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യുക. അവർക്ക്
ഇൻബോൺ ആയിട്ട് കുറച്ച് സ്കിൽ ഉണ്ടാവും. അത് ഇംപ്രൂവ് ചെയ്യേണ്ടത് ആരുടെ കടമയാണ്? ഒരു ടീച്ചറിന്റെയും ഒരു ടീച്ചിങ് പ്രോസസ്സിന്റെയും ഒരു കടമയാണ്. ദെൻ ഫോം സ്ട്രോങ് ബിലീഫ് ഇൻ സ്റ്റുഡൻറ്. കുട്ടികളുടെ ഒരു കോൺഫിഡൻസ് കൂട്ടാൻ ഒരു ടീച്ചിങ്ങിന് കഴിയണം. ഒരു ടീച്ചർക്ക് ആ കുട്ടികളിൽ അവരെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസും സെൽഫ് റെസ്പെക്റ്റും ഒക്കെ എന്ത് ചെയ്യണം? കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ടു പ്രൊവൈഡ് എ സോഷ്യൽ ആൻഡ് എഫിഷ്യൻറ്റ് മെമ്പർ ഓഫ് സൊസൈറ്റി. നമ്മൾ ഈ മേലെ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്തു? ഓട്ടോമാറ്റിക്കലി നല്ലൊരു സോഷ്യൽ ബീയിങ് ആയി മാറും. ദെൻ എഡ്യൂക്കേഷൻ ഫോർ ഈക്വാലിറ്റി. നമ്മുടെ ആളുകളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഒരുപാട് ഇംബാലൻസുകളും ബയാസുകളും ആളുകൾക്കിടയിലുണ്ട്. അത് തിരുത്തുക, അല്ലെങ്കിൽ ആ ഒരു ബയാസുകളെല്ലാം മാറ്റിയിട്ട് ഇക്വാലിറ്റി എന്നുള്ളത് എന്താണ്? ടീച്ചിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നതാണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ മേജറായിട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇതല്ലാതെ വേറെയും ഒരുപാട് ടേമുകളും അല്ലെങ്കിൽ ഇതിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടും ഒരുപാട് ഒബ്ജക്റ്റീവ്സ് പറയാറുണ്ട്. മേജറായിട്ട് ഇത്രയും പോയിന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ആദ്യം ടീച്ചിങ് എന്ന് പറഞ്ഞു? ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പാർട്ടിങ് നോളജ് ടു ഷേപ്പ് ദ ബിഹേവിയർ ആൻഡ് കണ്ടക്ട് ഓഫ് ദ ലേണേഴ്സ്. എന്താണ്? കുട്ടികളുടെ ബിഹേവിയർ, അവരുടെ നോളജ് കപ്പാസിറ്റി, അവരുടെ ലേണിംഗ് കപ്പാസിറ്റി, ഇതൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക് അല്ലെങ്കിൽ ലേണേഴ്സ് എന്നാണ് പറയാ. കുട്ടികൾ എന്നുള്ളത് ഒരു ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാണ്. ലേണേഴ്സിന് എന്ത് ചെയ്യാണ്? നമുക്ക് അവർക്ക് വേണ്ട നോളജ്, സ്കില്ല്, ഒരു അണ്ടർസ്റ്റാൻഡിങ് പവർ, ലേണിംഗ് കപ്പാസിറ്റി, ഇതൊക്കെ ഇമ്പാർട്ട് ചെയ്യുന്നതോട് കൂടെ തന്നെ അവരുടെ ഒരു സോഷ്യൽ ബീയിങ് ആയിട്ട് നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് ആണ്. ഒബ്ജക്റ്റീവ് പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? Yes, ma'am. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് അതിന്റെ ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചിങ് ഈസ് എ പ്രൊഫഷണൽ ആക്ടിവിറ്റി. നമുക്കറിയാം ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊഫഷൻ ആണ്. കുറച്ച് നമുക്കറിയാം സ്കില്ല് വേണ്ട, അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ വേണ്ട ഒരു പ്രൊഫഷൻ തന്നെയാണ് എന്ത്? ടീച്ചിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇന്ററാക്റ്റീവ് പ്രോസസ്. ഒരു ഇന്ററാക്റ്റീവ് പ്രോസസ് ആണ്. ടീച്ചേഴ്സും ലേണേഴ്സും കൂടിക്കൊണ്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്ത്? ടീച്ചിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സയൻസ് ആസ് വെൽ ആസ് ആൻ ആർട്ട്. ടീച്ചിങ് എന്ന് പറയുന്നത് സയൻസും ആണ് ആർട്ടും ആണ്. എങ്ങനെയാണ് ടീച്ചിങ് ആർട്ട് ആവുന്നത്? ആർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ലേണേഴ്സിന്റെ മൈൻഡിൽ എന്താണ്? നമുക്ക് വേണ്ട ഒരു ചേഞ്ച്, അവരുടെ ഒരു ബിഹേവിയറൽ ചേഞ്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ചേഞ്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടെ ഒരു ക്രിയേറ്റർ ആവാണ്, ഒരു ആർട്ടിസ്റ്റ് ആവാണ്. അപ്പൊ നമ്മൾ എന്താണ്? ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആർട്ടാണ്. ടീച്ചർ എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് ആണ്. ഇനി എങ്ങനെയാണ് സയൻസ് ആവുന്നത്? സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, അല്ലെ? അപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ടീച്ചർ ടീച്ച് ചെയ്യുമ്പോൾ ലേണേഴ്സിൽ അത് എഫക്റ്റ് ആവണം. ആ ഒരു കോസ് ആ ലേണേഴ്സിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ടീച്ചിങ് എന്ന് പറയുന്നത് സയൻസ് ആണെന്ന് പറയാം. ടീച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ടീച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ലേണേഴ്സിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു സയൻസ് ആയിട്ട് മാറി. അവിടെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ആയിട്ട് മാറി. ആർട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കുട്ടികളുടെ മൈൻഡ് ക്രിയേറ്റീവ് ആക്കുകയാണ്. കുട്ടികളിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ലേണിംഗ് കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്തു? നമ്മളൊരു ആർട്ടിസ്റ്റ് ആവുകയാണ്. അപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് സയൻസ് ആസ് വെൽ ആസ് ആൻ ആർട്ട്. സയൻസും ആണ്, അതിൻ്റെ ഒപ്പം തന്നെ എന്താണ്? ആർട്ടും ആണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഡൈനാമിക് പ്രോസസ്. ഡൈനാമിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചിങ് എന്ന് പറയുന്നത് ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല. നമുക്ക് ഒരേ പാഷനിൽ, ഒരേ രീതിയിൽ, ഒരേ പ്രോസസ്സിൽ ഒരിക്കലും ടീച്ച് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? ചേഞ്ചിങ് ആണ്.
ഇപ്പൊ നമുക്കറിയാം LKG ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഒരു പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 10ാം ക്ലാസ്സിൽ നമുക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ പറ്റില്ല. രണ്ടും എന്താണ്, ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതൊരു ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് എന്ത്, ടീച്ചിങ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമുക്കറിയാം ടീച്ചിങ് എന്ന് പറയുന്നതും ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇറ്റ് ഈസ് ആൻ ഇന്റലക്ച്വൽ ആക്ടിവിറ്റി. എന്താണ്, നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആണ് എന്ത്, ടീച്ചിങ് എന്ന് പറയുന്നത്. ആർക്കും ടീച്ചർ ആവാനൊന്നും പറ്റില്ല. ടീച്ച് ചെയ്യാൻ അതിന് കുറച്ച് ക്വാളിഫിക്കേഷൻസ് വേണം, അതിന് കുറച്ച് എന്താണ്, നമുക്ക് ഡിഗ്രി വേണം, PG വേണം. ആ ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി എന്തുണ്ടായിരിക്കണം, ടീച്ചിങ്ങിന് ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, മെയിൻ ഫങ്ഷൻ ഓഫ് ദ ടീച്ചിങ് ഈസ് ടു മേക്ക് ലേണിംഗ് എഫക്റ്റീവ്. ടീച്ചിങ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ പറയുന്നതാണ് എന്ത്, ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു കോയിന്റെ രണ്ട് ഭാഗങ്ങളാണ് എന്ത്, ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഈ രണ്ട് കോൺസെപ്റ്റും നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ടീച്ചിങ് എന്ന് പറയുന്നതും ലേണിംഗ്. ടീച്ചിങ് എപ്പോഴും എന്തിലേക്കാണ് നയിക്കുന്നത്, ലേണിംഗിലേക്കാണ് നയിക്കുന്നത്. നമ്മൾ ഒരാളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കൗണ്ടർ പാർട്ട് എന്താണ്, ഒരാൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ടീച്ചിങ് എപ്പോഴും ലേണിംഗിലേക്കാണ് നയിക്കുന്നത്. പക്ഷെ ലേണിംഗ് എപ്പോഴും ടീച്ചിങ്ങിൽ നിന്ന് തന്നെ ആയിക്കൊള്ളണം എന്നില്ല. ഒരാൾ പഠിപ്പിക്കാതെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടായിരിക്കാം, എക്സ്പീരിയൻസ് ചെയ്തിട്ടായിരിക്കാം, പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ലേണിംഗ് എന്ന് പറയുന്നത് എപ്പോഴും എന്തല്ല, ടീച്ചിങ്ങിൽ നിന്ന് ആയിക്കൊള്ളണം എന്നില്ല. പക്ഷെ ടീച്ചിങ് എപ്പോഴും എന്താണ്, ലേണിങ്ങിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ അത് പഠിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം നമുക്കുണ്ട്. പക്ഷെ ലേണിംഗ് അങ്ങനെയല്ല. ഇപ്പോ നമ്മൾ സംസാരിക്കാൻ പഠിച്ചത്, ഓക്കെ, ഒരാൾ നമ്മളെ ഇരുന്ന് പഠിപ്പിച്ചതൊന്നുമില്ല. നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പഠിക്കുന്നത് എന്താണ്, അത് നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത് കണ്ടിട്ട്, ആളുകൾ സംസാരിക്കുന്നത് കണ്ടിട്ട്, അമ്മ എന്ന് വിളിക്കുന്നത് എന്താണ്, നമ്മൾ ഒരാൾ സംസാരിക്കുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മേലുള്ളവരോ താഴെയുള്ളവരോ വിളിക്കുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരാൾ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. എല്ലാതും എന്തല്ല, എല്ലാ ലേണിങ്ങും ടീച്ചിങ്ങിൽ നിന്ന് വരുന്നതല്ല. ഓക്കെ, ദെൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ വെരി ക്ലോസ്ലി റിലേറ്റഡ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, നമ്മൾ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഒബ്ജക്റ്റീവിൽ നിന്നും ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നും എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒരു 5-6 ഓപ്ഷൻ തരും, എന്നിട്ട് ചോദിക്കും ഇതിൽ ഏതാണ് ടീച്ചിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഏതൊക്കെയാണ് എന്നുള്ളത് എടുത്ത് കോഡുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് ആയിട്ട് വെക്കണം. ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്ന് വരാറുള്ളത്. നോർമലി റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, എന്താണ് ടീച്ചിങ് എന്ന് പറയുന്നത്, പ്രൊഫഷണൽ ആക്ടിവിറ്റി ആണ്, ഇന്ററാക്റ്റീവ് പ്രോസസ് ആണ്, സയൻസ് ആൻഡ് ആർട്ട് ആണ്, ഡൈനാമിക് പ്രോസസ് ആണ്, കണ്ടിന്യൂസ് ആണ്, ഇന്റലക്ച്വൽ ആണ്. ദെൻ ടീച്ചിങ് എപ്പോഴും എന്താണ്, ലേണിംഗിലേക്ക് നയിക്കുന്നു. ലേണിംഗ് ഈസ് ഓൾവേസ് നോട്ട് ഫ്രം ടീച്ചിങ്. ലേണിംഗ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിൽ നിന്ന് ആയിക്കൊള്ളണം എന്നില്ല, ടീച്ചിങ്ങിൽ നിന്ന് ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു എന്ത്, ടീച്ചിങ് എന്ന് പറയുന്നത് ഡൈനാമിക് പ്രോസസ് ആണ്, ചേഞ്ചിങ് ആണ് എന്ന് പറഞ്ഞു. എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരേ ലെവൽക്ക് അല്ലെങ്കിൽ എല്ലാവരെയും ഒരേ ലെവൽക്ക് നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ഏരിയ മാറുന്നതിനനുസരിച്ച്, ഫീൽഡ് മാറുന്നതിനനുസരിച്ചൊക്കെ ടീച്ചിങ്ങിൽ എന്ത് ചെയ്യും, ചേഞ്ച് വരും. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ലെവൽസ് ഓഫ് ടീച്ചിങ്. കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് 3 ലെവലുകളാണ് ടീച്ചിങ്ങിൽ ഉണ്ട് എന്ന് പറയുന്നത്. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. നമ്മൾ ഈ ഒരു 3 ലെവലിനെയും ഒരു പിരമിഡ് ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ലെവലാണ് എന്ത്, മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ MLT എന്ന് പറയും, മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പിരമിഡിന്റെ അടിത്തറയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്. അതായത് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ എന്താണ്, ലീസ്റ്റ് തോന്നാണ്. നമ്മൾ ചിന്തയൊന്നും അധികം കൊടുക്കേണ്ട കാര്യമല്ല. നമ്മൾ ഒരു സാധനം പഠിപ്പിക്കുന്നു, നമ്മളത് പഠിച്ചെടുക്കുന്നു, നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു സിറ്റുവേഷൻ വരുന്നതാണെന്ത്, മെമ്മറി ലെവൽ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മെമ്മറി ലെവലിനേക്കാൾ ഒന്നുകൂടെ മുകളിലാണ്. ഓക്കെ, മെമ്മറി ലെവലിൽ നമ്മൾ എന്ത് പഠിക്കുന്നു അതിനേക്കാൾ ഒന്നുകൂടെ മുകളിലാണ് എന്ത്, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത്. റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ്
ടീച്ചിങ് ആണ്. ഇതെന്താന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് എന്താണ്? മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഹെർബർട്ട് എന്ന് പറയുന്ന ഒരാളാണ്. ഇയാളുടെ ഒരു സംഭാവനയാണ് എന്ത്? മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇതെന്താണ്? ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ടീച്ചിങ് ആണ്. ഒരു ടീച്ചിങ്, ഒരു കുട്ടി ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്. ഇപ്പൊ നമ്മളൊരു കുട്ടിയെ LKG കൊണ്ടുപോയി ചേർത്തി. ആ കുട്ടിയുടെ ഒരു ലേണിങ്ങിന്റെ ഇനീഷ്യൽ സ്റ്റേജിലാണ് ആ കുട്ടി നിൽക്കുന്നത്. ഓക്കെ, അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്, മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്. ആ കുട്ടിയുടെ അടുത്ത് ടീച്ചർ അപ്ലൈ ചെയ്യേണ്ട ഒരു ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. ഏറ്റവും ബേസിക് ആയിട്ട് ആ കുട്ടീന്റെ മനസ്സിലൊരു എഡ്യൂക്കേഷന്റെ ഒരു അടിത്തറ പാകുന്ന ലെവലാണ്. എന്തുകൊണ്ടാണ് പറയുന്നത്? ഈ ഒരു ലെവലില് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങില് എന്താണ് ഈ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈസ് ടു ജസ്റ്റ് ഇമ്പാർട്ട് ഇൻഫോർമേഷൻ ഓർ നോളജ് ടു ദ ലേണർ. ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എന്ത് ഈ ഒരു ലെവലിലുള്ള ടീച്ചറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ജോബ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നോക്കൂ, LKG ഒരു കുട്ടീനെ നമ്മൾ കൊണ്ടുപോയി ചേർത്തി. ആ കുട്ടിക്ക് ആദ്യത്തെ ക്ലാസ്സിൽ എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ABCD 1 2 3 ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് എന്താണ്, എങ്ങനെയാണ് എന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നും അല്ല കുട്ടികളുടെ അടുത്ത് പറയുന്നത്. അവരുടെ അടുത്ത് എന്ത് പറയുന്നു? വരൂ, ഇന്ന് നമുക്ക് ABCD പഠിക്കാം, ഇത് ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണ്. ഒരു കുട്ടിയും ചോദിക്കില്ല എന്താണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്. ആ കുട്ടികളടുത്ത് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനും പോവില്ല. ഇത് വേർഡ് ക്രിയേറ്റ് ചെയ്യാനാണെന്നൊക്കെ കുട്ടികളടുത്ത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ടീച്ചർ എന്ത് പറയും? ABCD പഠിക്കാം. അപ്പൊ കുട്ടികൾ എന്ത് പറയും? ABCD പഠിക്കാം. ഇതാണ് എന്ത്? മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്. അവിടെ അണ്ടർസ്റ്റാൻഡിങ് ഒന്നുമില്ല, ലീസ്റ്റ് തോട്ടാണ്. കുട്ടികൾക്ക് എന്താണ്? ചിന്താശേഷി കുറവാണ്. അപ്പൊ കുട്ടികളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കാര്യങ്ങൾ, നോളജ് ഇമ്പാർട്ട് ചെയ്യണം. അവരെന്ത് ചെയ്യും? റോട്ട് ലേണിംഗ്, ഈ ഒരു ടേം എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്ത് വെക്കണം. മെമ്മറൈസേഷൻ, റോട്ട് ലേണിംഗ്. നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയില്ലേ? ആ ഒരു ലേണിങ്ങിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. ബൈ ഹാർട്ട്, സിമ്പിൾ എന്താണെന്ന് ആലോചിക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ്? ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിനെയാണ് റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ വരുന്നത് എന്താണ്? റോട്ട് ലേണിംഗ് ആണ്. എന്താണ് ഏതാണെന്നൊന്നും അന്വേഷിക്കാതെ നമുക്ക് തരുന്ന നോളജ് നമ്മൾ എന്ത് ചെയ്യാണ്? ഫുൾ ആയിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചെടുക്കുന്ന ആ ഒരു ലെവലിനെയാണ് എന്തെന്ന് പറയുന്നത്? മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്. ഒരു LKG പഠിക്കുന്ന കുട്ടിയെ ആലോചിച്ചാൽ മതി. നമ്മൾ ABCDEFG എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? ബാക്കി ഓട്ടോമാറ്റിക്കലി അവരത് പാടിപ്പോവും. 1 2 3 എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കി 10 വരെ എന്ത് ചെയ്യും? അവരത് ചെല്ലിപ്പോവും. അങ്ങനെ അവർ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. മെമ്മറി ലെവൽ യൂസ്ഫുൾ ചിൽഡ്രൻ ഇൻ ദ ലോവർ ക്ലാസ്. ആ ഒരു ലോവർ ക്ലാസ്സിലാണ് സ്റ്റിമുലസ് റെസ്പോൺസ്. ഇതാണെന്ത്? ഈ ഒരു ടേമും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ അതിന്റെ റെസ്പോൺസ് നമ്മൾ ABCDEFG എന്ന് നമ്മൾ ദിവസം കുട്ടികൾക്ക് ചൊല്ലി പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ബാക്കി അവരെന്ത് ചെയ്യും? നമുക്ക് റെസ്പോൺസ് ആയിട്ട് തിരിച്ചു പറയും. ഓക്കെ, അതിനെയാണ് സ്റ്റിമുലസ് ടു റെസ്പോൺസ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റിമുലസ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇവിടെ ഇവാലുവേഷൻ സിസ്റ്റം, അതായത് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവർ പഠിക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഇവാലുവേഷൻ സിസ്റ്റം ഇവിടെ ആയിട്ട് എന്താണ്? ഓറലായിട്ട് അവരെയും കൊണ്ട് ചെല്ലിപ്പിക്കായിരിക്കാം, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് ടെസ്റ്റ്, ഡിക്റ്റേഷൻ ആവാം, അല്ലെങ്കിൽ essay ടൈപ്പ് ക്വസ്റ്റ്യൻ. അത് ഈ ഒരു ഇതിൽ essay ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന ഒരു essay ആയിട്ടല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ മേജർ ആയിട്ട് ഓറൽ ആൻഡ് റിട്ടേൺ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇവാലുവേഷൻ നടക്കുന്നത്. രണ്ടാമത്തെ ഒരു മെത്തേഡ്, അതായത് മെമ്മറി ലെവലിന്റെ തൊട്ട് മുകളിലുള്ള ഒരു മെത്തേഡാണിത് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. മോറിസൺ എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നിട്ടുള്ളത്, ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ എന്താണ്? മെമ്മറി പ്ലസ് ഇൻസൈറ്റ് ആണ്. ഇവിടെ ജസ്റ്റ് ബൈ ഹാർട്ട് മാത്രമല്ല, ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇൻസൈറ്റും കൂടെ ഉണ്ട്. ഇവിടെ എന്താണ്? ഒരു ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ കുട്ടികൾക്ക് വരുന്നുണ്ട്. ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയെ ആലോചിച്ച് മതി. അവർ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യാതെ അവരെന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. അതാണ് മെമ്മറി പ്ലസ്
ഇൻസൈറ്റ് എന്ന് പറയുന്നത്. അതെന്താണ്? ജസ്റ്റ് മെമ്മറൈസ് ദ ഫാക്ട്. ആ ഒരു കാര്യം ബൈ ഹാർട്ട് ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട്? അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഈ ഒരു ലെവലിലാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? അവരുടെ ഒരു ഇന്റലക്ച്വൽ ബിഹേവിയർ എന്ത് ചെയ്യുന്നത്? അവര് ക്രിയേറ്റ് ചെയ്യുന്നത്. അവർ കൂടുതൽ കാര്യങ്ങളെ പറ്റി അന്വേഷിച്ചറിയാൻ പോകും. കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി വരുന്ന ഒരു സ്റ്റേജ് ആണ് എന്ത്? അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇവിടെ എസ്സേ ടൈപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? അവരെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ മെമ്മറി ലെവൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ടീച്ചിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ആണ്. അതിനുശേഷമാണ് എന്ത്? അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത്. മെമ്മറിയും കൂടെ ഇൻക്ലൂഡഡ് ആണ് ഇതില് അണ്ടർസ്റ്റാൻഡിംഗിൽ എന്ന് പറയുന്നത്. മെമ്മറി പ്ലസ് ഇൻസൈറ്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ്. മെമ്മറി ലെവൽ എന്ന് പറയുന്നത് ഹേർട്ട് എന്ന് പറയുന്ന ആള് കൊണ്ടുവന്ന കോൺസെപ്റ്റ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് മോറിസൺ എന്ന് പറയുന്ന ആള് കൊണ്ടുവന്ന കോൺസെപ്റ്റ് ആണ്. ഈ ഒരു പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ടാണ് അധികം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുള്ളത്? മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, ഇനി അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ മോറിസൺ ഒരു 5 സ്റ്റെപ്പ് പറയുന്നുണ്ട്. ഓക്കെ, ഒരു കുട്ടി അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ എത്തുമ്പോൾ ആ ഒരു ലെവലിലെ ടീച്ചിങ്ങിൽ 5 സ്റ്റെപ്പുകളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്? എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റെപ്പുകളെ നമ്മളെല്ലാം ഇതിലുള്ള ടീച്ചേഴ്സ് നമ്മളെല്ലാവരും അപ്ലൈ ചെയ്യുന്നതാണ്. ഇത് സ്റ്റെപ്പുകളായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടോപ്പിക് പറഞ്ഞു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ ടീച്ചിങ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ടീച്ചിങ്ങിനെ കുറിച്ച് എന്തെല്ലാം അറിയാം? നമ്മൾ അവരുടെ പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. ടെസ്റ്റിംഗ് പ്രീവിയസ് നോളജ് ആൻഡ് അനലൈസ് ദ കണ്ടന്റ്. അവർക്ക് എത്രത്തോളം ഇതിനെക്കുറിച്ച് മുൻധാരണയുണ്ട് എന്നുള്ളത് ഒരു ടീച്ചർ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്താണ്? പ്രസന്റേഷൻ. നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു കണ്ടന്റ് അവർക്ക് എത്രത്തോളം അതിനെക്കുറിച്ച് നോളജ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു കണ്ടന്റ്, നമ്മൾ ഉദ്ദേശിച്ച കണ്ടന്റ് എന്ത് ചെയ്യാണ്? അവർക്കിടയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഇനി അസിമിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷവും അവർക്ക് എന്താണ്? കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ നോളജ് വേണം. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അവർക്ക് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് കൊടുക്കുകയാണ്, ഒരു അസൈൻമെന്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ലൈബ്രറി പോയി റെഫർ ചെയ്യാൻ പറയാണ്, അല്ലെങ്കിൽ ലാബിൽ പോയി ഇതൊന്ന് ചെയ്ത് നോക്കൂ എന്ന് പറയാണ്. അങ്ങനെ നമ്മൾ പറയുന്ന ആ ഒരു സ്റ്റേജിനെയാണ് എന്തെന്ന് പറയുന്നത്? അസിമിലിയേഷൻ എന്ന് പറയുന്നത്. എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രീവിയസ് നോളജ് നമ്മൾ ചെക്ക് ചെയ്തു. പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ക്ലാസ് എടുക്കാൻ തുടങ്ങി. അസിമിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് അഡീഷണൽ നോളജ് അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷന് വേണ്ടി അവർക്ക് ഒരു ആക്ടിവിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസിമിലിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികൾക്ക് അസൈൻമെന്റ് കൊടുക്കാറുണ്ട്. അതൊക്കെ എന്താണ്? അസിമിലിയേഷന്റെ ഭാഗമാണ്. ലാബിൽ കൊണ്ടുപോയി അവരെയും കൊണ്ട് എക്സ്പെരിമെന്റ് ചെയ്യിക്കാറുണ്ട്. ഇതൊക്കെ എന്താണ്? പാർട്ട് ഓഫ് അസിമിലിയേഷൻ ആണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഓർഗനൈസേഷൻ ആണ്. അതായത് അവർക്ക് അതിനെ കുറിച്ച് എന്തെല്ലാം അറിയാം, അവർക്ക് അറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? ഒന്ന് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കുകയാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ ഒരു ലെവലിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഒക്കേഷൻ ഫോർ റെപ്രസെന്റേഷൻ. അവർക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്തുകൊണ്ട് ഒരു അവർ ഇതുവരെ നേടിയ നോളജിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. റിസൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുട്ടികൾ എന്ത് ചെയ്യാണ്? കണ്ടന്റ് ഓറലായിട്ട് പ്രസന്റ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ സെമിനാർ കൊടുക്കുന്നു, പ്രൊജക്ട് കൊടുക്കുന്നു, സെമിനാർ കുട്ടികളെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? റിസൈറ്റേഷനിൽ വരും. ഇതാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ മോറിസൺ പറയുന്ന 5 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്, 5 സ്റ്റേജ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പ്ലോറേഷൻ ആണ്. സെക്കൻഡ് വൺ പ്രസന്റേഷൻ. തേർഡ് വൺ അസിമിലിയേഷൻ. ആൻഡ് ഫോർത്ത് വൺ ഓർഗനൈസേഷൻ. ഫിഫ്ത്ത് റിസൈറ്റേഷൻ. ഇത് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ എന്ന ഒരു രീതിയിൽ ഒരു സീക്വൻസിൽ നമ്മൾ ഓർമ്മിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാറുണ്ട്. ഇതും എന്താണ്? ഒരുപാട് പോയിന്റുകൾ തന്നിട്ട് അതിൽ നിന്നും അണ്ടർസ്റ്റാൻഡിങ് ലെവലിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെയെന്ന് നമ്മളടുത്ത് ചൂസ് ചെയ്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഓക്കെ.
ഇനി നമ്മൾ 2 ലെവലിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഹെർബർട്ട് ആണ് പ്രൊപ്പൗണ്ട് ചെയ്തത്. അതെന്താണ്? ജസ്റ്റ് റോട്ട് ലേണിംഗ് ആണ് മെമ്മറി ലെവലിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലേണിംഗ് ലെവലാണെന്ന് പറഞ്ഞു, ടീച്ചിങ് ലെവലാണെന്ന് പറഞ്ഞു. ദെൻ രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ പറഞ്ഞത് അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ്. മോറിസൺ എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ എന്താണ്? മെമ്മറി പ്ലസ് ഇൻസൈറ്റ് ആണ് എന്ന് പറഞ്ഞു. ഇനി ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ് എന്ത്? റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. ഹണ്ട് എന്ന് പറയുന്ന ഒരാളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതെന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ലെവൽ പ്ലസ് മെമ്മറി ലെവലാണ് എന്ത്? റിഫ്ലക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. മെമ്മറി ലെവലും അണ്ടർസ്റ്റാൻഡിങ് ലെവലും കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ എവിടേക്ക് എത്താൻ പറ്റുള്ളൂ? റിഫ്ലക്റ്റീവ് ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരാൾക്ക് ഒരിക്കലും ഫസ്റ്റ് തന്നെ എന്തിലേക്ക് എത്താൻ പറ്റില്ല? റിഫ്ലക്റ്റീവ് ലെവലിലേക്ക് എത്താൻ പറ്റില്ല. മെമ്മറി ലെവലും അണ്ടർസ്റ്റാൻഡിങ് ലെവലും പാസ് ആയി വന്ന ഒരാളാണ് എന്ത് ചെയ്യുന്നത്, അത് പാസ് ചെയ്ത് വന്ന ആളാണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ മെമ്മറി ലെവൽ പ്ലസ് അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ് എന്ത്? ടീച്ചിങ് റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇതെന്താണ്? പ്രോബ്ലം സെൻട്രിക് അപ്രോച്ച് ഓഫ് ടീച്ചിങ് ആണ്. എന്താണ്? ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ കുട്ടികളെല്ലാം അല്ലെങ്കിൽ ലേണേഴ്സ് എല്ലാം എന്താണ്? സെൽഫ് ഓറിയന്റഡ് ആവുകയാണ്. അവർ സെൽഫായിട്ട് പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവരൊരു സെൽഫ് ഓറിയന്റഡ് ആവുകയാണ് ഈ ഒരു റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ പറയുന്നത്. ഓപ്പൺ ആൻഡ് ഇൻഡിപെൻഡന്റ് ആണ്. അവരെന്താണ്? അവരെ നമ്മളൊരു ക്ലാസ് റൂമിലൊന്നും അടച്ചിടാതെ ഓപ്പൺ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ലേൺ ചെയ്യാനും സ്വന്തമായിട്ട് കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള ഒരു ലെവൽ, കോഗ്നേറ്റീവ് ലെവലിൽ എത്തുകയാണെങ്കിൽ ആ ഒരു ലേണർ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദ ലേണേഴ്സ് ആർ മോട്ടിവേറ്റഡ് ആൻഡ് ആക്റ്റീവ്. ഇവിടെ ലേണേഴ്സ് എന്താണ്? അവർക്ക് ഇനിയൊരു മോട്ടിവേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അവരെന്താണ്? ഓൾറെഡി മോട്ടിവേറ്റഡ് ആണ്. അവരെന്താണ്? സെൽഫ് സെന്റേർഡ് ആണ്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ടീച്ചറിന്റെ ഗൈഡൻസോട് കൂടെ മാത്രം. ഓക്കെ, ടീച്ചർ സെന്റേർഡ് അല്ല. ഇവിടെ എന്താണ്? ലേണർ സെന്റേർഡ് ആണ്. ലേണർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ എത്തുന്ന ഒരു ഏരിയ ആണ്. നമ്മളൊരു ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ ഒരു PG ലെവലിലുള്ള സ്റ്റുഡൻസിനെ ആലോചിച്ചാൽ മതി. അവരെന്താണ്? നമ്മൾ കണ്ടന്റ് കൊടുത്താൽ ബാക്കി അവർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തോളും. ആ ഒരു ലെവലിലുള്ള ലേണേഴ്സ് ഏതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് നമുക്ക് പറയാം? റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ എഫക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ 3 ലെവൽ ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്, റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. ഓക്കെ, ദെൻ ഈ ഒരു 3 നോർമൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് ലീസ്റ്റ് തോട്ട്ഫുൾ ആയിട്ടുള്ളത് ഏതാണ്, മോസ്റ്റ് തോട്ട്ഫുൾ ആയിട്ടുള്ളത് ഏതാണ്, അതുപോലെ തന്നെ ഈ ഒരു ലെവലും അതിന്റെ പ്രൊപ്പോണൻസും തമ്മിൽ മാച്ച് ദ ഫോളോയിങ്, ഇങ്ങനെയുള്ള ഏരിയാസ് ആണ് എന്ത് ചോദിക്കാറുള്ളത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഞാനിങ്ങനെ പറഞ്ഞു പോവാന്നല്ലാണ്ട് ക്ലിയർ ആവുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അയ്യോ, ഇവിടെ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്. ഞാൻ പറയുന്നത് എനിക്ക് തന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയി കേട്ടിരുന്നോ? ഉണ്ട് മാം, യെസ്. കേൾക്കുന്നുണ്ട്. അയ്യോ, ഒരു മിനിറ്റ്. ഇത് കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പക്ഷെ ആൻസർ അതിന്റെ കൂടെ വന്നിട്ടുണ്ടല്ലേ. ഇതൊന്ന് നോക്ക് നിങ്ങൾ. നമ്മളിപ്പോ ഈ പറഞ്ഞ ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദ ലെവൽ ഓഫ് ടീച്ചിങ് വിച്ച് ഡിമാൻഡ് ദ യൂസ് ഓഫ് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽ ഈസ്. ഏറ്റവും ഹയർ ഓർഡർ തിങ്കിങ് ആവശ്യമുള്ള ലെവൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിലേതാ ആൻസർ ഓൾറെഡി അതിൽ കാണുന്നുണ്ടല്ലേ നിങ്ങൾക്ക്? റിഫ്ലക്റ്റീവ് ലെവൽ. റിഫ്ലക്റ്റീവ് ലെവലാണ് ഏറ്റവും ഹയർ ഓർഡർ തിങ്കിങ് കപ്പാസിറ്റി വേണ്ട ലെവൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ് ആണ്. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ലെവലിന്, ഈ ഒരു ഏരിയയിൽ നിന്ന് കാര്യമായിട്ട് ചോദിക്കാറുള്ളത്. ഓക്കെ,
എന്താണ് ഓപ്ഷൻസ് പറയുന്നത്? ടു ഗീവ് ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു ദ സിലബസ്, to develop the thinking power of student, to dictate notes to the student, to prepare student to pass the examination. നിങ്ങൾ നോക്കൂ, ഇത് നാലും എന്താണ്? ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ് ആണ്. പക്ഷെ നമുക്ക് ഇതിന്ന് ഒന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്? ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്. പഠിപ്പിന് പുറമെ അവരുടെ ഒരു മെന്റാലിറ്റി, അവരുടെ ഒരു ബിഹേവിയറിലേക്ക് ചേഞ്ച് ആണ് ഇതിന്റെ അറ്റ്മോസ്ഫിയർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ലെവലിലായിരിക്കും എപ്പോഴും ആൻസർ. ഇതിന്റെ ആൻസർ എന്താണ്? ടു ഡെവലപ്പ് ദ തിങ്കിങ് പവർ ഓഫ് ദ സ്റ്റുഡൻസ് ആണ്. അവരുടെ തിങ്കിങ് പവർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്? മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ടീച്ചിങ്. ഇങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പൊ നമ്മളിത് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു ഏരിയയിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നേരത്തെ ചോദിച്ചതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിഫ്ലക്ട് ദ നാച്ചർ ഓഫ് ടീച്ചിങ്? ഇറ്റ് ഈസ് ആൻ ആർട്ട്, ഇറ്റ് ഈസ് എ സയൻസ്, ഇറ്റ് ഈസ് ആൻ ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഇതിൽ ഓപ്ഷൻ സി ആണ്. ആർട്ടും ആണ് സയൻസും ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് ആൻ ആർട്ട്, ആർട്ട് മാത്രമാണ്. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് ഇറ്റ് ഈസ് എ സയൻസ്, സയൻസ് മാത്രമാണ്. പക്ഷെ ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. ആർട്ടും ആണ്, അതിന്റെ കൂടെ എന്താണ്? സയൻസും ആണ്. ഓക്കെ, ദെൻ ഇങ്ങനെയാണ് നേരത്തെ പറഞ്ഞ കോഡിങ് വരുന്ന ക്വസ്റ്റ്യൻസ്. നെറ്റ് ആദ്യമായിട്ട് എഴുതുന്നവരൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഐഡന്റിഫൈ ദോസ് ഫീച്ചേഴ്സ് ഓഫ് ലേണർ ബിഹേവിയർ വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്. അണ്ടർസ്റ്റാൻഡിങ് ലെവലിനെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഒന്ന് റീഡ് ചെയ്ത് നോക്ക് നിങ്ങൾ. ഒന്നാമത്തെ ഓപ്ഷൻ നോക്ക്. ദ സ്റ്റുഡന്റ് റെൻഡർ ഫാക്ട് ആൻഡ് ഇൻഫോർമേഷൻ ഇൻ ഹിസ് ഓർ ഹെർ ഓൺ വേർഡ്സ്. എന്താണ്? സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവര് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി, അവരുടെ വാക്കുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് എഴുതാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദ സ്റ്റുഡന്റ് ഇമ്മീഡിയറ്റ്ലി റീകോൾ ദ ഫാക്ട്. അത് ഏതിന്റെയാണ്? അണ്ടർസ്റ്റാൻഡിങ് ലെവലിന്റെ ആണോ? ദെൻ തേർഡ് വൺ ഏതാണ്? ദ സ്റ്റുഡന്റ് ഗീവ് ഹിസ് ഓർ ഹെർ ഓൺ എക്സാമ്പിൾ ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ എ പോയിന്റ്. ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അവരുടേതായ എക്സാമ്പിൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ സ്റ്റുഡന്റ് ഇന്റർപ്രറ്റ് ദ മീനിങ് ഇൻ വേരിയസ് വേസ്. പറയുന്ന മീനിങ്ങിലല്ലാതെ അതിന്റെ എന്താണ്? മറ്റു ഭാഗങ്ങൾ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി സ്റ്റുഡൻസിനുണ്ട്. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ദ സ്റ്റുഡന്റ് കറക്റ്റ്ലി റീപ്രൊഡ്യൂസ് ദ സീക്വൻസ് ടോട്ട്. എന്താണ്? അവർക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ അവർ കറക്റ്റ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാണ്. പഠിപ്പിച്ചത് എന്താണോ അത് മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ ഇത്രയും തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് എന്നാണ് പറയുന്നത്. ആൻസർ ഏതാണ്? ഡി ആണ്. ഇതൊന്ന് ഞാൻ ഉണ്ടാക്കിയ PPT-യിൽ എന്തോ പ്രശ്നം വന്നാണ്. നിങ്ങൾക്കൊക്കെ അതിൽ ആൻസർ കാണുന്നില്ലേ? കാണുന്നുണ്ട്. അതിന്റെ ആനിമേഷനിൽ എന്തോ പ്രശ്നം വന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശരിയാക്കാം. ഓക്കെ, ഇത് നമ്മള് സിലബസിൽ ഇല്ലാത്തത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ്. എന്താണ്? ബേസിക് എഡ്യൂക്കേഷൻ ആൻഡ് കുറെ എഡ്യൂക്കേഷൻ സിസ്റ്റമും അത് കൊണ്ടുവന്ന ആളുകളുടെയും പേരാണ് മാച്ച് ദ ഫോളോയിങ്ങിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. എന്താണ് ബേസിക് എഡ്യൂക്കേഷൻ? ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് മഹാത്മാഗാന്ധിയാണ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത് ജോൺ ഡേവി എന്ന് പറഞ്ഞ ആളാണ്. ലേണിംഗ് ടു ടേക്ക് പ്ലേസ് ഇൻ നാച്ചർ ആൻഡ് ഫ്രം നാച്ചർ എന്ന് പറയുന്നത് രവീന്ദ്രനാഥ് ടാഗോർ. ഇത് നിങ്ങളൊന്ന് എന്താ പറയാ വായിച്ച് അത് ആരൊക്കെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എഡ്യൂക്കേഷനിലെ കുറെ കോൺസെപ്റ്റുകളും അത് കൊണ്ടുവന്ന ആളുകളുമാണ്. ദെൻ അതുപോലെ തന്നെ 2 ടേമാണ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എഡ്യൂക്കേഷൻ ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. ഇത് ആര് പറഞ്ഞതാണ്? 2023 നെറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഈ ഒരു ഡെഫിനിഷൻ എഡ്യൂക്കേഷന് കൊടുത്ത ആൾ ആരാണ്? സ്വാമി വിവേകാനന്ദയാണ്. ദെൻ അരിസ്റ്റോട്ടിൽ എന്താണ്? ക്രിയേഷൻ ഓഫ് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി.
ഈ ഒരു ഡെഫിനിഷൻ കൊടുത്തത് ആരാണ്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു ഭാഗത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2023 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ എന്താണ് ടീച്ചിങ് എന്ന് പറഞ്ഞു, ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, അതുപോലെ തന്നെ ലെവൽസ് ഓഫ് ടീച്ചിങ് പറഞ്ഞു. 3 ലെവൽ ഉണ്ട് എന്ന് പറഞ്ഞു. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ. ദെൻ നമ്മൾ എന്താണ് കുറച്ച് കോട്ടുകൾ അല്ലെങ്കിൽ കുറച്ച് എഡ്യൂക്കേഷൻ സിസ്റ്റംസും അത് കൊണ്ടുവന്ന ആളുകളെയും കുറച്ച് കോഴ്സാണ് നോക്കിയത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ എന്തായാലും വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് പറയാനുള്ളത് ബേസിക് ടീച്ചിങ് മോഡലുകളാണ്. അതായത് ഏതെല്ലാം മോഡലുകളിൽ നമുക്ക് ടീച്ച് ചെയ്യാൻ പറ്റും. 2 മോഡലുകളാണ് മേജർ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇതിനെ കൂടാതെ ഉണ്ട്, പക്ഷെ മേജർ ആയിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? 2 മോഡലാണ്, പെഡഗോജിക്കൽ മോഡൽ ആൻഡ് ആൻഡ്രോഗോജിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ഇത് പേര് നമുക്ക് കാണുമ്പോൾ എന്തോ സംഭവമാണെന്ന് കരുതും, പക്ഷെ ഒന്നുമില്ല. ഇതിനെ ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് പഠിക്കുക? സ്റ്റുഡൻറ് സെന്റേർഡ് അല്ലെങ്കിൽ ലേണർ സെന്റേർഡ് മോഡൽ ആൻഡ് ടീച്ചർ സെന്റേർഡ് മോഡൽ. ഓക്കെ, ആ ഒരു രീതിയിൽ പഠിച്ച് വെക്കുക. എന്താണ് പെഡഗോജിക്കൽ മോഡൽ? പെഡഗോജിക്കൽ മോഡൽ എന്ന് പറയുകയാണെങ്കിൽ ഇൻസ്ട്രക്ടർ സെന്റേർഡ് മെത്തേഡ് ആണ്, അല്ലെങ്കിൽ ടീച്ചർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ് ആണ് എന്ത് പെഡഗോജിക്കൽ മോഡൽ എന്ന് പറയുന്നത്. കൺവെൻഷനൽ അപ്രോച്ച് ആണ്, നമ്മൾ കാലങ്ങളായി തുടർന്ന് കൊണ്ടുവരുന്ന ഒരു മോഡലാണ് എന്ത് പെഡഗോജിക്കൽ മോഡൽ. എന്താണ്? ഒരു ക്ലാസ് റൂം, അതിൽ 10-20 കുട്ടികൾ, ഒരു ടീച്ചർ വരുന്നു, ക്ലാസ് എടുക്കുന്നു, കുട്ടികളെല്ലാവരും മിണ്ടാതിരിക്കുന്നു, ടീച്ചർ പറയുന്ന പോർഷൻ പറഞ്ഞു പോകുന്നു, കുട്ടികൾ അത് പഠിച്ചെടുക്കുന്നു. ഇതാണ് എന്ത് കൺവെൻഷനൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ 10-20 വർഷമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കൊണ്ടുവരുന്ന ഈ ഒരു മോഡലിനെയാണ് പെഡഗോജിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ആ ഒരു ക്ലാസ്സിൽ അതോറിറ്റി എന്ന് പറയുന്നത് ആർക്കാണ്? ഇൻസ്ട്രക്ടർക്കാണ്. ടീച്ചർക്കാണ് എന്ത് അവരുടെ അതോറിറ്റി എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് എല്ലാവരും എന്താണ്? പാസീവ് ആണ്. സ്റ്റുഡൻസ് ആക്റ്റീവ് അല്ല, അവർ പാസീവ് ആയിട്ട് ഇരിക്കുന്ന ഒരു മെത്തേഡാണ്. ടീച്ചർക്കാണ് കംപ്ലീറ്റ് അതോറിറ്റി, ടീച്ചറാണ് ആ ക്ലാസിന്റെ കൺട്രോളർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു മെത്തേഡിനെയാണ് നമ്മൾ പെഡഗോജിക്കൽ മോഡൽ അല്ലെങ്കിൽ കൺവെൻഷനൽ അപ്രോച്ച് അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ സെന്റേർഡ് ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ലേണർ എന്ന് പറയുന്ന ആളാരാണ്? ഡിപ്പെൻഡന്റ് ഓൺ ടീച്ചർ ആണ്. ഈ ഒരു ഇൻസ്ട്രക്ടർമേയാണ് എന്ത് ഫുള്ളി ഡിപ്പെൻഡന്റ്. ലേണർ എന്താണ്? അയാൾക്ക് സ്വന്തമായിട്ടൊരു കപ്പാസിറ്റി ഇല്ല എന്ന് പറയുന്ന പോലെയാണ്. ടീച്ചർ എന്ത് പറയുന്നു അതാണ് ഓക്കെ, ടീച്ചർ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ടീച്ചർക്ക് മാത്രമാണ് അവിടെ റോള് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡാണ് ഇത് പെഡഗോജിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ദ ലേണർ ഈസ് ഡിപ്പെൻഡന്റ് അപ്പോൺ ദ ഇൻസ്ട്രക്ടർ ഫോർ all learning and the teacher assume for full responsibility for what is taught and how it is learned. ഇവിടെ എന്താണ്? ലേണർ എന്ന് പറയുന്നത് ഫുള്ളി ഡിപ്പെൻഡ് ഓൺ ടീച്ചർ ആണ്. അതുപോലെ തന്നെ ടീച്ചർ ആണ് എന്ത് ഈ ഒരു ലേണേഴ്സിന്റെ ഫുള്ളി റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ടീച്ചേഴ്സിനാണ്. കുട്ടികൾ എന്ത് പഠിക്കുന്നു, എങ്ങനെ പഠിച്ചെടുക്കുന്നു, അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ടീച്ചർക്കാണ്. സ്റ്റുഡൻസിന് അവിടെ എന്തില്ല, വലിയ റോളില്ല. ലേണേഴ്സ് അവിടെ പാസീവ് ആണ്. ആ ഒരു മോഡലിനെയാണ് എന്തെന്ന് പറയുന്നത് പെഡഗോജിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ടീച്ചർ ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേഷൻ മെത്തേഡുകൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കുന്നുണ്ട്, ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും? ഈ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യും. അതിനുശേഷം അവർക്ക് പണിഷ്മെന്റോ റിവാർഡോ അവരുടെ ആ ഒരു പെർഫോമൻസിനനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മോഡലിനെയാണ് നമ്മൾ പെഡഗോജിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ടീച്ചർ സെന്റേർഡ് മോഡലാണ്, കൺവെൻഷനൽ മോഡലാണ്. ലേണേഴ്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ആണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് ആൻഡ്രാഗോജിക്കൽ മോഡൽ എന്ന് പറയുന്നത്. എന്തായിരിക്കും അപ്പോ? ഇവിടെ ലേണർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡാണ്. ഇവിടെ ഫുൾ അതോറിറ്റി ആർക്കാണ്? ലേണർക്കാണ്. ടീച്ചറിന് ഇവിടെ റോള് കുറവാണ്. ടീച്ചർ ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ടർ മാത്രം അല്ലെങ്കിൽ ഒരു മെന്റർ ആയതുകൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആൻഡ്രാഗോജിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ടീച്ചർ എന്താണ്? ജസ്റ്റ് ആ കുട്ടിയൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ബാക്കിയൊക്കെ എന്താണ്? ലേണർ സെന്റേർഡ് ആണ്. സ്റ്റുഡന്റ് അല്ലെങ്കിൽ ലേണേഴ്സ് എന്ത് ചെയ്യും? അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് പഠിച്ചെടുക്കുകയാണ്. ടീച്ചറിന്റെ അടുത്ത് നിന്ന് ഒരു മോറൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ചെറിയ വല്ല സപ്പോർട്ടും വാങ്ങുകയാണെങ്കിൽ അങ്ങനെയുള്ള മോഡലിനെയാണ്, ടീച്ചിങ് മോഡലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആൻഡ്രാഗോജിക്കൽ മോഡൽ എന്ന് പറയുന്നത്.
In this method, instructor facilitate the learning of participant and help them by offering opportunity. അവർക്ക് പഠിക്കാനുള്ള മെത്തേഡുകൾ, സിറ്റുവേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് അവരെന്ത് ചെയ്യുന്നില്ല, ലേണേഴ്സ് ഫുള്ളായിട്ട് ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പക്ഷെ അവരെന്ത് ചെയ്യാണ്, ഫെസിലിറ്റേറ്റ് ചെയ്ത് പുതിയ നോളജുകൾ അക്വയർ ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക മാത്രമാണ്. ലേണേഴ്സ് ഫുള്ളി ഡിപ്പെൻഡ് അല്ല, അവരെന്താണ്, സെൽഫ് സെന്റേർഡ് ആയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചെടുക്കുകയാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആൻഡ്രാഗോജിക്കൽ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ 2 ടീച്ചിങ് മോഡലാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്, പെഡഗോജിക്കൽ ആൻഡ് ആൻഡ്രാഗോജിക്കൽ എന്ന് പറയും. പെഡഗോജി എന്ന് പറഞ്ഞാൽ എന്താണ്, കൺവെൻഷണൽ അപ്രോച്ച് ആണ്, ടീച്ചർ സെന്റേർഡ് ആണ്. ലേണേഴ്സ് എന്ന് പറയുന്നത് ഫുള്ളി ഡിപ്പെൻഡ് ഓൺ ടീച്ചേഴ്സ് ആണ്. ആൻഡ്രാഗോജി എന്ന് പറയുന്നതാണ് പെഡഗോജിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ മെന്റർ എന്നുള്ളൊരു റോളിലേക്ക് ചുരുങ്ങുകയാണ്. ലേണർ സെന്റേർഡ് ആണ്. ലേണേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്കാണ് ഫുൾ അതോറിറ്റി, അവർ പഠിക്കുന്ന കാര്യങ്ങളുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവർക്ക് തന്നെയാണ്. ടീച്ചർ എന്താണ്, അവർക്ക് വേണ്ട ആ ഒരു ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക, പുതിയ നോളജുകൾ അക്വയർ ചെയ്യാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു റോളിലേക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺവെൻഷണൽ അപ്രോച്ചിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ലേണർ സെന്റർ അപ്രോച്ചിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 നമുക്ക് വായിച്ചാൽ ശരിക്കറിയാം, കുട്ടികൾക്ക് എന്താണ്, ക്ലാസ്സിൽ ഇരിക്കണം എന്നില്ല, അവർക്ക് വേണ്ട ക്രെഡിറ്റ് അവർ അക്വയർ ചെയ്താൽ മതി. അതെങ്ങനെയും അവർക്ക് എന്ത് ചെയ്യാം, അക്വയർ ചെയ്തിരിക്കാം. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയോ വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ ഇരുന്നിട്ടോ, നമ്മുടെ ക്ലാസ്സിൽ തന്നെ അവർ ഇരിക്കണം എന്നില്ല, അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നില്ല, ക്രെഡിറ്റ് അക്വയർ ചെയ്താൽ മതി. ലേണർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. പെഡഗോജി എന്ന് പറയുന്നത് കൺവെൻഷനൽ ആയിരുന്നു, ഇത്രയും കാലം നമ്മൾ ഫോളോ ചെയ്ത് വന്നതായിരുന്നു. ഇപ്പൊ ഈ ഒരു 4 year UG മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് മുന്നേ ഉണ്ട്, പക്ഷെ നമ്മൾ ഒരു 70% നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ആൻഡ്രാഗോജിക്കൽ മോഡലിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇനി ടീച്ചിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ നമ്മൾ പറയേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്, മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. അത് എന്താന്ന് മാത്രം മനസ്സിലാക്കി വെച്ച് വല്ലാണ്ട് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട, എന്താന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. B.Ed ചെയ്തവർക്ക് അറിയുന്നുണ്ടാവും എന്താണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ടീച്ചർ ട്രെയിനിങ് ടെക്നിക്കാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ടീച്ചേഴ്സ് അല്ലെങ്കിൽ B.Edലൊക്കെ നമ്മൾ യൂഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഈ ടീച്ചർ സ്റ്റുഡന്റ് എന്ത് ചെയ്യും, അവരുടെ തന്നെ ഒപ്പം പഠിക്കുന്ന കുട്ടികളെ ക്ലാസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കും. ഓക്കെ, ഒരു ചെറിയ ഗ്രൂപ്പിന് എന്ത് ചെയ്യാണ്, ഒരു പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, ഇവർക്ക് വേണ്ട അതിന്റെ ഡിഫക്റ്റീവ്സും അതുപോലെ ഇവരുടെ അപ്രീസിയേഷനും ഒക്കെ അവർ നടത്തും. ദെൻ അതിനുശേഷം ഇവരെന്ത് ചെയ്യും, വീണ്ടും ക്ലാസ് എടുക്കും. ഓക്കെ, അവർ പറഞ്ഞ കറക്ഷൻ ഒക്കെ വരുത്തിയിട്ട് വീണ്ടും ക്ലാസ് എടുക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ടീച്ചിങ്ങിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണിത് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. റിയൽ ടെക്നിക് സിറ്റുവേഷൻ ഫോർ ഡെവലപ്പിംഗ് ടീച്ചിങ് സ്കിൽ ആൻഡ് ഹെൽപ്പ് ടു ഗെറ്റ് എ ഡീപ്പർ നോളജ്. എന്താണ്, നമ്മുടെ ഒരു റിയൽ ടീച്ചിങ് സ്കില്ല് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടീച്ചർ ട്രെയിനിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഒരു സ്മോൾ ഗ്രൂപ്പ്, പിയർ ഗ്രൂപ്പ് ആയിരിക്കും. ആ പിയർ ഗ്രൂപ്പിന് എന്ത് ചെയ്യാണ്, ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്ന വരെ നമ്മൾ എന്ത് ചെയ്യാണ്, അത് റിപ്പീറ്റ് ചെയ്യണം. മൈക്രോ ടീച്ചിങ്ങിന്റെ ഒരു പ്രോസസ്സാണ് പറയുന്നത്. പ്ലാൻ ചെയ്യുക, ടീച്ച് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, വീണ്ടും റീപ്ലാൻ ചെയ്യുക, റീടീച്ച് ചെയ്യുക, റീ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ഇതാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് ഡോക്ടർ ഡ്വൈറ്റ് W. Allen എന്ന് പറയുന്ന ആളാണ്. അലൻ എന്ന് പറയുന്ന ആളാണ് എന്ത്, മൈക്രോ ടീച്ചിങ്ങിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ജസ്റ്റ് ആ കോൺസെപ്റ്റ് എന്താന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. നമ്മൾ എന്ത് ചെയ്യാണ്, പിയർ ടീമിന് ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു സെമിനാർ, അത് നമുക്ക് വേണമെങ്കിൽ മൈക്രോ ടീച്ചിങ് എന്ന് പറയാം. മൈക്രോ ടീച്ചിങ് അല്ല, ഒരു പിയർ ഗ്രൂപ്പിന് എന്ത് ചെയ്യാണ്, നമ്മളൊരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്ത് വന്ന് ക്ലാസ് എടുക്കുകയാണ്. അത് ശരിയായിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും, വീണ്ടും ക്ലാസ് എടുക്കും. അങ്ങനെ നമ്മൾ ആ ഒരു സ്കില്ല് അക്വയർ ചെയ്യുന്നതിനെയാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ടീച്ചിങ്ങിനെ കുറിച്ചാണ്. ടീച്ചിങ് എന്താണ്, ഒബ്ജക്റ്റീവ്, ക്യാരക്ടറിസ്റ്റിക്സ്, ലെവല്, മോഡല്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലേണേഴ്സിനെ കുറിച്ചിട്ടാണ്. ആരാണ് ലേണേഴ്സ്?
ലേണേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്? നോളജ് ഇമ്പാർട്ട് ചെയ്യുന്നവരാണ്, ബിഹേവിയറൽ ചേഞ്ച് വരുത്തുന്നവരാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ? ലേണേഴ്സ് എന്ന് പറയുന്ന ആള് നമ്മൾ പഠിപ്പിക്കുന്നത്, പഠിച്ചെടുക്കുന്ന ആ ഒരു ആളുകളെ നമ്മൾ പറയുന്നതാണ് എന്ത്? ലേണേഴ്സ് എന്ന് പറയുന്നത്. പേഴ്സൺ ഹു അക്വയർ നോളജ്, സ്കിൽ, ഇതൊക്കെ ചെയ്യുന്ന, നമ്മൾ കൊടുക്കുന്നതെല്ലാം ഏറ്റുവാങ്ങുന്നവരാണ് ആര്? നോളജ് അക്വയർ ചെയ്യുന്നവര്, സ്കിൽ അക്വയർ ചെയ്യുന്നവര്, ഇവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലേണേഴ്സ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ നോളജ് സ്കിൽ അക്വയർ ചെയ്യുന്നത്? ബിഹേവിയറൽ ചേഞ്ച് വരാൻ വേണ്ടി. ഓക്കെ, ഒരു ബെറ്റർ പേഴ്സൺ ആവാൻ വേണ്ടി നോളജ് ആൻഡ് സ്കിൽ അക്വയർ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലേണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, the process of acquiring new or modifying existing knowledge, skill, value, behavior and preference, ഇതെല്ലാം അക്വയർ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലേണേഴ്സ് എന്ന് പറയുന്നത്. ടീച്ചിങ്ങിൽ ടീച്ചേഴ്സിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് നമ്മൾ ആർക്ക് കൊടുക്കണം? ലേണേഴ്സിനും കൊടുക്കണം. ഓക്കെ, ദെൻ ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ലേണേഴ്സിന് ഉണ്ടായിരിക്കേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. നമ്മൾ ഇത്രയും നേരം ടീച്ചേഴ്സിന്റെ ക്വാളിറ്റീസും അവർക്ക് വേണ്ട കാര്യങ്ങളും പറഞ്ഞു. ഇനി എന്താണ്? ലേണേഴ്സിന് ഉണ്ടായിരിക്കേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. അതാണ് താഴെ പറയുന്ന 4 ക്വാളിറ്റീസ് മെയിൻ ആയിട്ടും ലേണേഴ്സിന് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് കോഗ്നിറ്റീവ്, അക്കാദമിക്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ. ഓക്കെ, എന്താണ് കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്? കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ ആണ്, അതായത് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു ലേണർക്ക് എന്ത് ചെയ്യണം? ഒരു ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുന്നത് പഠിച്ചെടുക്കാനുള്ള മെമ്മറി ഉണ്ടായിരിക്കണം. ഓക്കെ, അത് പഠിച്ചെടുക്കാനും മനസ്സിലാക്കിയെടുക്കാനുള്ള മെമ്മറി ഉണ്ടായിരിക്കണം, ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, അത് റിമെമ്പർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മൾ ബ്രെയിനിൽ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒരു ലേണർക്ക് തീർച്ചയായിട്ടും ഇന്റലക്ച്വൽ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. ദെൻ രണ്ടാമത് പറയുന്നത് എന്താണ്? അക്കാദമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അതായത് ഒരു എഡ്യൂക്കേഷൻ, ബേസിക് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം, ഇപ്പോഴത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്കാദമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അവിടെ അവരുടെ എഡ്യൂക്കേഷൻ ലെവലുകളാണ് പറയുന്നത്. കോഗ്നിറ്റീവിൽ നമ്മൾ എന്താണ്? ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് നമ്മൾ ഈ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം. അതായത് മെന്റൽ സിറ്റുവേഷനിലായിരിക്കണം. നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കുട്ടികളുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് പഠിക്കാനുള്ള ഒരു മൂഡിലാണോ, അവർ ഏത് മൂഡിലാണ് ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മെന്റലായിട്ട് അവരെന്ത് ചെയ്യണം? തയ്യാറായിട്ടുണ്ടായിരിക്കണം. ലേണേഴ്സ് എപ്പോഴും അവർ ഇമോഷണലി ഓക്കെ ആണെങ്കിൽ മാത്രമേ അവിടെ എന്ത് ഉണ്ടാവുള്ളൂ? ലേണിങ് എഫക്റ്റീവായിട്ട് നടക്കുള്ളൂ. അവർക്ക് ടീച്ചറിനോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരെന്താണ്? ഇമോഷണലി ഓക്കെ ആയിരിക്കണം. എന്നാൽ മാത്രമേ ബ്രെയിൻ എന്ത് ചെയ്യുള്ളൂ? പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്ത് അവിടെ ഒരു എഫക്റ്റീവ് ലേണിംഗ് ഉണ്ടാവുള്ളൂ. അപ്പൊ ലേണേഴ്സിന് എന്തുണ്ടായിരിക്കണം? കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അക്കാദമിക് ആയിട്ട്, ഓക്കെ, അക്കാദമിക് ആയിട്ട് അവർക്ക് എന്തുണ്ടായിരിക്കണം? കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. ഇമോഷണൽ ആയിട്ട് എന്ത് ചെയ്യണം? കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. ഇമോഷണലി അവരെന്ത് ചെയ്യണം? ഓക്കെ ആയിരിക്കണം. അതുപോലെ തന്നെ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് കുറച്ച് വാല്യൂസും കൾച്ചറൽ വാല്യൂസും മോറൽ വാല്യൂസും ഒക്കെ ഉള്ള ആളായിരിക്കണം. നമുക്കറിയാം, കൾച്ചറൽ ഡിഫറൻസ് വരുമ്പോൾ അവിടെ എന്തല്ല? ടീച്ചിങ് ആൻഡ് ലേണിംഗ് എഫക്റ്റീവ് ആയിട്ട് നടക്കില്ല. ഒരു ക്ലാസ്സിൽ തന്നെ പലതരത്തിൽ പല കൾച്ചറിന് വരുന്ന, പല റീജിയനിന്ന് വരുന്ന കുട്ടികളുണ്ടാവും. അവരൊക്കെ ഒരേപോലെ കൊണ്ട് നടന്നാൽ മാത്രമേ ടീച്ചിങ് എഫക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ലേണേഴ്സും എങ്ങനെ ആയിരിക്കണം? ഇതുപോലെ സോഷ്യലി ഇൻക്ലൂസീവ് ആവുന്ന ടൈപ്പ് ലേണേഴ്സ് ആണെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? എഫക്റ്റീവ് ലേണിങ്ങും നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ലേണിംഗ് എന്താന്ന് പറഞ്ഞു, ലേണിംഗ് ടൈപ്സ് എന്താ, ലേണേഴ്സിന് വേണ്ട കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ എന്താണ് ടീച്ചിങ് എന്ന് പറഞ്ഞു,
ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ലെവൽസ് ഓഫ് ടീച്ചിങ് പറഞ്ഞു. അതിൽ നമ്മൾ മേജറായിട്ട് 3 ലെവലാണ് പറഞ്ഞത്. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് പറഞ്ഞു. ഹെർബർട്ട് എന്ന് പറഞ്ഞ ആളാണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത്. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് പറഞ്ഞു. മോറിസൺ എന്ന് പറയുന്ന ആളാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ഡൊമൈൻ ടീച്ചിങ് ലെവൽ ആണെന്ന് പറഞ്ഞു. ഹണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞത് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞത് ബേസിക് എഡ്യൂക്കേഷൻ മോഡൽസ് ആണ്. 2 മോഡലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, പെഡഗോജി ആൻഡ് ആൻഡ്രഗോജി. പെഡഗോജി എന്ന് പറയുന്നത് കൺവെൻഷനൽ അപ്രോച്ച് ആണ്, ടീച്ചർ സെന്റേർഡ് മെത്തേഡ് ആണെന്ന് പറഞ്ഞു. ടീച്ചറാണ് സുപ്രീം അതോറിറ്റി. ലേണേഴ്സ് എന്ന് പറയുന്നത് പാസീവ് ആണ്, അവർ ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞു. ആൻഡ്രഗോജി എന്ന് പറയുന്നത് എന്താണ്, ലേണർ സെന്റേർഡ് ടെക്നിക് ആണ്. ടീച്ചർ അവിടെ എന്താണ്, പാസീവ് ആണ്. സ്റ്റുഡൻസ് ആണ് അവിടെ എന്ത്, ആക്റ്റീവ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ലേണിംഗ് എന്താണ്, ലേണേഴ്സ് ആരാണ്, ലേണേഴ്സിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ദെൻ ഒരു ലേണർക്ക് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി ഈ ഒരു ഏരിയയിൽ നിന്ന് വന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ ഐലൻഡ് ഉണ്ട്, അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ദ പ്രൈം റിക്വയർമെന്റ് ടു ബിക്കം എ ഗുഡ് ടീച്ചർ ഈസ് ടു ഹാവ്, നല്ലൊരു ടീച്ചർ ആവണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം, ജെനുവിൻ ഇൻട്രസ്റ്റിംഗ് നോളജ്, നോളജ് അബൌട്ട് കൺട്രോളിങ് സ്റ്റുഡൻറ്, സബ്ജക്ട് നോളജ്, ഗുഡ് എക്സ്പ്രഷൻ. എന്താണ്, സബ്ജക്ട് നോളജ് ഉണ്ടായിരിക്കണം എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്, വെൻ ദ ലേണർ ഈസ് സെൽഫ് ഡയറക്റ്റഡ്, ലേണർ സെൽഫ് ഡയറക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ ലേണർ സെന്റേർഡ് മെത്തേഡിന് നമ്മൾ പറയുന്നത് എന്താണ്, ആൻഡ്രഗോജിക്കൽ ലേണിംഗ് എന്നാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആട്ടോ, ഇതിന്റെ മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന്. ഓക്കെ, ദെൻ എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. ഇത് ആരാണ് സ്റ്റേറ്റ് ചെയ്തത്, ആര് പറഞ്ഞതാണ് എന്നാണ് 2023 പേപ്പർ 1 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്വാമി വിവേകാനന്ദയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ താഴെ പറയുന്നതിൽ ഏതാണ് ലെവൽ ഓഫ് ടീച്ചിങ് അല്ലാത്തത് എന്നാണ് നമുക്കറിയാം. ഏതാണ്, ഫോർത്ത് 1 ആണ്. ഓക്കെ, അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതിന്റെ ബാക്കി PYQ നമുക്ക് ഗ്രൂപ്പിൽ പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഇടാം കേട്ടോ. അതല്ലാതെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും പോളായിട്ട്, നാളെ മുതൽ നമുക്ക് ഗ്രൂപ്പിൽ ഇടാം. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. നമ്മൾ അന്നന്ന് എടുക്കുന്ന ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, പോളായിട്ട് ഇടാം. അപ്പൊ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ ഒന്നും കൂടെ എളുപ്പമാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞങ്ങളൊക്കെ നമ്പർ ആ ഗ്രൂപ്പിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ഹെൽപ്പോ ആണെങ്കിൽ എന്ത് ചെയ്യുക, പേഴ്സണലായി അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ മാം, എക്സ്ക്യൂസ് മീ മാം, ആ മാം ഈ നോട്ട്സ് ഒന്ന് ഷെയർ ചെയ്യോ ഗ്രൂപ്പില്, ഇന്ന് ക്ലാസ് ഷെയർ ചെയ്യാം. അത് എടുക്കാൻ? ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ നമുക്ക് ക്ലാസ്സിൽ വരുത്തേണ്ട ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഡിഫക്റ്റീവ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ. നമുക്ക് എന്തൊക്കെ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഫാസ്റ്റ് ആണോ സ്ലോ ആണോ, ഇത്ര ഡീറ്റെയിൽ ആയി പറയണ്ടേ, അല്ലെങ്കിൽ ഇനിയും ഡീറ്റെയിൽ ആക്കണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പറയാം. ഓക്കെ, മാഡം, ഈ എന്നാ ടീച്ചിങ് വൈൻഡപ്പ് ചെയ്യട്ടെ. ആപ്റ്റിറ്റ്യൂഡ് ഇത്രയേ ഉള്ളൂ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതോ ഇതിന്റെ ബാക്കി ക്ലാസ് ഉണ്ടോ? ഉണ്ട്, ബാക്കി ക്ലാസ് ഉണ്ട്. ഒറ്റ ക്ലാസ്സിലൊന്നും നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കഴിയില്ല. ഇനി ഇതിൽ നമുക്ക് പറയാനുള്ളത് ലേണേഴ്സ്, 2 ടൈപ്പ് ഓഫ് ലേണേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അഡോളസൻസ് ആൻഡ് അഡൾട്ട് ലേണേഴ്സ്. അതിനുശേഷം കുറച്ച് ലേണിംഗ് തിയറീസ് പറയുന്നുണ്ട്. അത് സിലബസിൽ ഇല്ലതല്ല, പക്ഷെ നമുക്ക് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതൊന്ന് പറയാനുണ്ട്. ദെൻ ഇവാലുവേഷൻ മെത്തേഡുകൾ, നമ്മൾ എങ്ങനെ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യാം, അതിന്റെ കുറച്ച് മെത്തേഡ്, നമ്മൾ അസൈൻമെന്റ്, സെമിനാർ,
എക്സാം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്നലെ ഷിബിൻ സാർ പറഞ്ഞിരുന്നു ടീച്ചിങ്ങും കമ്മ്യൂണിക്കേഷനും ICTയും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ ആ ലെവലിൽ വരുന്ന കുറച്ച് സ്വയം പ്രഭ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും ഈ ഒരു 3-4 ക്ലാസ് ഉണ്ടാവും. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒറ്റ ക്ലാസ്സിൽ തീരില്ല. ഓക്കെ ഓക്കെ ആണോ? ഹലോ, യെസ്. വൈൻഡപ്പ് ചെയ്യട്ടെ? ഓക്കെ. ഓക്കെ, താങ്ക് യു.